മോഹനവല്ലി ആരാടിയത്? ഒരു പരിചയമുള്ള ശബ്ദം പോലെ ഉണ്ടല്ലോ. ആരോടോ വെച്ചിട്ട് ഇങ്ങോട്ട് കേറി വന്നു? ആരോടോ വെച്ചിട്ട് കേറിയെന്ന്? സുഷമ തേച്ചല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. എനിക്ക് അറിയാമായിരുന്നു മനുഷ്യ. മോൻ ദുബായി പോയി 1 ലക്ഷം രൂപ ശമ്പളം. 1 ലക്ഷമല്ല, 60,000 രൂപ. ഓഹോ, എന്നിട്ട് എന്നോട് പറഞ്ഞ 40,000 ഒന്നല്ലേ? ഒരു ഉളുപ്പില്ലാതെ വലിഞ്ഞു വന്നേക്കുവാ. എനിക്ക് അവകാശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, നിങ്ങളുടെ അവകാശയാ. സുഷമയുടെ അടുത്ത് പോയി കാണിച്ചാ മതി, ഇങ്ങോട്ട് വേണ്ട. അമ്മേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കാതെ അല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അമ്മയുടെ അടുത്തോട്ട് വന്നല്ലേ? എനിക്ക് പറ്റില്ല. എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. അമ്മ, എന്റെയും പ്രഹ്ലാദന്റെ എത്ര വലിയ ആഗ്രഹം എന്നറിയാം, നിങ്ങൾ പഴയതുപോലെ സ്നേഹത്തിലാവണമെന്ന്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അമ്മ, എന്താ അമ്മ, കുറെ നാളായിട്ട് ഞാൻ പറയുന്നില്ല. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്നെ ചതിച്ചവനാ. അമ്മ, നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കണ്ട. അമ്മ അടി ഉണ്ടാക്കുന്ന പറഞ്ഞ അമ്മ പോയി ഒരു നാരങ്ങയുള്ളൊക്കെ എടുത്ത് പഴയതുപോലെ നമുക്ക് സ്നേഹത്തിൽ അങ്ങ് പോവാം. അമ്മ മനസ്സിലാക്ക് പ്ലീസ്. അമ്മ പോ, എടുത്തോണ്ട്. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങി പോവല്ലേ. ഞാനിപ്പൊ നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരാം. മോളെ, പുറത്തോട്ട് പോവാൻ നോക്കാം. പാവല്ലടി അമ്മ. സത്യം. ഇനി നമുക്ക് അമ്മ വരുമ്പോ പറയാ ഇത് പ്രാങ്ക് ആണ്, എന്നിട്ട് പൊളിക്കാം. ഞാൻ വിചാരിച്ചില്ല അമ്മ ഇത്ര വിശ്വസിക്കാം. അമ്മ ഒരു പൊട്ടി എന്നെ. പാവടി അമ്മ, പാവം. നമുക്ക് വേണ്ടി നാരങ്ങ വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നു. പാവം അമ്മ. അമ്മയെ കാണിച്ചേ. ഞാൻ ഇത് കാണിക്കും, ഇതിന്റെ അപ്പുറം കാണിക്കും. അയ്യോ, നീ എന്തുവാടി വിചാരിച്ചേ? എന്നെ ചതിച്ചിട്ട് പോയനു ഞാൻ നാരങ്ങ വെള്ളം കൊടുത്ത് വീട്ടിനകത്ത് കയറ്റി ഇരുത്തോന്നോ? അമ്മ, ഇതിങ്ങനാണമ്മ നിങ്ങളുടെ മകൻ. എടാ മോനെ, നീയോ? എന്തുവാടാ ഇത്? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മേ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക് അല്ലടാ, ഇതാണ് ഭ്രാന്ത്.